ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ PYQ സീരീസിൻ്റെ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ ലോയുടെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ ഓർത്ത് വയ്ക്കണം. 1050/2024 കോഡ് നമ്പറുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1050/2024 കേട്ടോ. ഓക്കെ, അപ്പോൾ 111ാമത്തെ ക്വസ്റ്റ്യൻ, ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ. ട്രേഡ് ഡിസ്കൗണ്ട് ആർക്കാണ് നമ്മൾ അലൗ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. ട്രേഡ് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്, ഓപ്ഷൻ ബി റീറ്റെയിലേഴ്സ്, ഓപ്ഷൻ സി പെറ്റി ട്രേഡേഴ്സ്, ഓപ്ഷൻ ഡി കമ്മീഷൻ ഏജൻറ്റ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ആർക്ക് അലൗ ചെയ്യുന്നതാണ്? ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് യൂഷ്വലി അലൗഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ ആണ് കേട്ടോ. ഹോൾസെയിലർ റീറ്റെയിലർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി ആയ റീറ്റെയിലറാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് റീറ്റെയിലറാണ് കേട്ടോ. ട്രേഡ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് ഹോൾസെയിലർ ടു റീറ്റെയിലറാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഡക്ഷൻ ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് ഓർ കാറ്റലോഗ് പ്രൈസ് ഫോർ ബൾക്ക് പർച്ചേസസ്. അതായത് ഇപ്പോൾ ഒരു ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ കേട്ടോ. ബൾക്ക് പർച്ചേസ് നടക്കുന്നു. ഇപ്പോൾ ഒരു 100 യൂണിറ്റ് എടുക്കുന്ന ആളേക്കാൾ കൂടുതൽ ട്രേഡ് ഡിസ്കൗണ്ടിന് അർഹനാവുക 1000 യൂണിറ്റ് എടുക്കുന്ന ആൾക്കായിരിക്കും. അപ്പോൾ 1000 യൂണിറ്റ് എടുക്കുന്ന ആൾക്ക് ആ ഓരോ കോസ്റ്റ് പ്രൈസും അവർ കുറച്ച് കൊടുക്കും അല്ലേ. അങ്ങനെയാണ്. 100 എടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ ആ ഒരു നോർമൽ വില തന്നെയാവും. പക്ഷേ 1000 എടുക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ ഹോൾസെയിൽ നിരക്കിലെടുക്കുമ്പം അതിനനുസരിച്ചിട്ട് അവർ കുറച്ച് കൊടുക്കും. അതാണ് ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ഹോൾസെയിലർ റീറ്റെയിലർക്കാണ് അനുവദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അനുവദിക്കുമ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് അങ്ങനെയാണ് നെറ്റ് പ്രൈസ് അവർ കണക്കാക്കുന്നത് കേട്ടോ. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് പർച്ചേസ് എൻകറേജ് ചെയ്യാനാണ്. അപ്പോൾ ഒരു നോർമൽ റേറ്റിന് വാങ്ങുന്ന ആൾക്ക് ബൾക്കായി വാങ്ങി ഇത്ര വിലക്കുറവിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഒരുമിച്ച് വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. പിന്നെ ഹോൾസെയിലർ റീറ്റെയിലർക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ദേ ആർ നോട്ട് റെക്കോർഡഡ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യം ഇല്ല കേട്ടോ. കാരണം ഇവർ ലിസ്റ്റ് പ്രൈസിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്തിട്ടാണ് ഈ നെറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് തന്നെ. ഓക്കെ, കാരണം ഇവർ ബില്ലിങ്ങിന് മുമ്പ് തന്നെ ഇത് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്, ബില്ലിങ്ങിന് ശേഷം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ എമൗണ്ട് വാസ് ഡിഡക്റ്റഡ് ബിഫോർ ബില്ലിങ്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നില്ല? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നില്ല എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്യാഷ് ഡിസ്കൗണ്ടും വരിക. ക്യാഷ് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതേപോലെ തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അവിടെ ഡിഡക്ഷൻ അലൗഡ് ചെയ്യുന്നത് സെല്ലർ ബയർക്കാണ് കേട്ടോ. സെല്ലർ ബയർക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റർക്ക്. യൂഷ്വലി എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചേ ഉള്ളൂ വെച്ചാൽ ആ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അവർ അതിൽ ഇത്രയും കൂടി ആകൃഷ്ടരായിട്ട് പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു നീക്കം കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നതെന്നാണ് പറയണത്. ഓക്കെ, സെല്ലർ ടു ബയർ അല്ലെങ്കിൽ ക്രെഡിറ്റർ. ഓക്കെ, അവർ എൻകറേജ് ചെയ്യുന്നത് പ്രോംപ്റ്റ് പേയ്മെൻ്റ് ആണ് കേട്ടോ. പ്രോംപ്റ്റ് പേയ്മെൻറ്റ് എൻകറേജ്മെൻറ്റിനാണ്. മറ്റൊരു എൻകറേജ് ചെയ്യുന്നത് ബൾക്ക് പർച്ചേസസ് ആയിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത് അലൗ ചെയ്യുന്നത് ഹോൾസെയിലർ ആയിരുന്നു ട്രേഡ് ഡിസ്കൗണ്ട്. ഇവിടെ ക്രെഡിറ്ററാണ് കൊടുക്കുന്നത് കേട്ടോ. ക്രെഡിറ്ററാണ് കൊടുക്കുന്നത് ആർക്ക്? തരാനുള്ള പൈസ തരാനുള്ള ആൾക്കാണല്ലോ. സെല്ലർക്ക് കയ്യിൽ നിന്ന് കുറച്ചിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇൻകം ഫോർ ദ ഡെറ്ററാണ് കേട്ടോ. ഡെറ്റർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാഭകരമാണ്, കുറഞ്ഞു കിട്ടുകയല്ലേ, ആ ഡെപ്റ്റ് കുറയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യും. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാഷ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യും എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവർ ദേ ആർ യൂഷ്വലി അലൗഡ് ഓൺ ദ ഇൻവോയ്സ് പ്രൈസിൽ തന്നെയാണ് ഗുഡ്സ് കൊടുക്കുക. ഇൻവോയ്സ് പ്രൈസിൽ തന്നെയാണ് ഒരു റെഡിയാക്കി കൊടുക്കുക. അതിൽ കാണിക്കും ഇത്ര ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല കേട്ടോ. ഓക്കെ,
അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞു കേട്ടോ. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 112ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഓൾ ദ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ആർ ടേക്കൺ ആൻഡ് പ്ലേസ് ദ ക്രെഡിറ്റ് ബാലൻസസ് ആൻഡ് ഡെബിറ്റ് ബാലൻസ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ടു ഷോ ദെയർ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഈസ് ടേംഡ് ആസ്. എന്താണ് ഉത്തരമായിട്ട് വരിക? എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസസും എടുത്തു, ക്രെഡിറ്റ് ബാലൻസസും ഡെബിറ്റ് ബാലൻസസും ഒക്കെ എടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ പേരെന്താണ്? ബാലൻസ് ഷീറ്റ് ആണോ, റീകൺസീലിയേഷൻ ആണോ, ട്രയൽ ബാലൻസ് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? തീർച്ചയായിട്ടും അതിൻ്റെ പേരെന്താണ്? കിട്ടിക്കാണോ നിങ്ങൾക്ക്? അല്ലെ, ട്രയൽ ബാലൻസ് തന്നെയാണ് അതിൻ്റെ പേര്. ഓക്കെ, ട്രയൽ ബാലൻസ് എന്നാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നാണ് ചോദിച്ചത്. അക്കൗണ്ടിങ് കൺസെപ്റ്റിൻ്റെ ഭാഗം ആ ഒരു കൺവെൻഷൻസൊക്കെ ഇല്ലേ, തിയറീസും കൺവെൻഷൻസും ഒക്കെ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുള്ള ഭാഗമാണ്. സോ അവിടെ മിസ്സാക്കരുത് കേട്ടോ. ഓപ്ഷൻ എ പറയണത് അക്രൂവൽ കൺസെപ്റ്റ് ആണോ, ഗോയിങ് കൺസേൺ ആണോ, ബിസിനസ് എൻറ്റിറ്റി ആണോ, ഡ്യുവൽ കൺസെപ്റ്റ് ആണോ എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നു ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് ഏൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അക്കൗണ്ടിങ് കൺസെപ്റ്റിൻ്റെ പേരെന്താണ്? ഓക്കെ, അതിൻ്റെ പേര് അക്രൂവൽ കൺസെപ്റ്റ് എന്നാണെന്നല്ലേ. അക്രൂവൽ കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് എമൗണ്ട്സ് ഹാവിങ് ബിക്കം ഡ്യൂ ഫോർ പേയ്മെൻറ്റ് ഓർ റിസിപ്റ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് അതാണ് അക്രൂവൽ സിസ്റ്റം എന്ന് പറയുക കേട്ടോ. അക്രൂവൽ കൺസെപ്റ്റാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി കൺസെപ്റ്റുകളുണ്ട്, ഗോയിങ് കൺസേൺ ഉണ്ട്, ബിസിനസ് എൻറ്റിറ്റി ഉണ്ട്, ഡ്യുവൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. കാരണം നെക്സ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക എന്താണ്, ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ കാണുക. അപ്പോൾ നമ്മൾ നോക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അക്രൂവൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മെർക്കൻറ്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നും അറിയപ്പെടും കേട്ടോ. അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിന് മറ്റൊരു പേരെന്താണ്? മെർക്കൻറ്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ് മറ്റൊരു പേര് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കണം. ഇതിൽ പറയുന്നത്, ഈ അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ പറയണത് എന്താ പറയണത്? റവന്യൂ റെക്കഗ്നൈസ്ഡ് ആസ് ഇറ്റ് ഈസ് ഏൺഡ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട്. ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്ന് പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ തന്നെ അത് ഏൺ ചെയ്തതായിട്ട് കാണിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതാണ് മെർക്കൻറ്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് അറ്റംപ്റ്റ്സ് ടു റെക്കോർഡ് ദ ഫിനാൻഷ്യൽ എഫക്ട്സ് ഓഫ് ദ ട്രാൻസാക്ഷൻസ്, ഈവൻറ്റ്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ ഒക്യൂർ റാദർ ദാൻ റെക്കോർഡിംഗ് ദം ഇൻ പീരിയഡ്സ്. ഓരോ പീരിയഡ്സ് ആവാനൊന്നും കാത്തു നിൽക്കുന്നില്ല. അവർ അത് അപ്പം തന്നെ നടന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്യും? അത് ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് വരുന്നത്. പിന്നെ പറയുന്ന ഒരു ടൈപ്സ് ഉണ്ട്, വ്യത്യസ്ത ടൈപ്പുകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ടൈപ്പുകൾ പറയണത്? അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്, പിന്നെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ഓർ ലോസ് ഓഫ് എ ബിസിനസ് ക്യാൻ ബി അനലൈസ്ഡ് ആൻഡ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്യൂട്ടബിൾ അക്കൗണ്ടിങ് പീരിയഡ്. അല്ലേ, അക്കൗണ്ടിങ് പീരിയഡിന് അനുസരിച്ചിട്ടാണ് ഇൻകം അല്ലെങ്കിൽ ലോസ് ബിസിനസ്സിൻ്റെ അനലൈസ് ചെയ്യുന്നത്. അല്ലേ, ഒരു ലോങ് പീരിയഡ് ലിക്വിഡേറ്റ് ചെയ്യാൻ വരെ കാത്തുക്കോ? 10 വർഷം കഴിഞ്ഞിട്ട് നോക്കാം പ്രോഫിറ്റാണോ ലോസാണോ? അല്ല, ഇത്രയെന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിങ് പീരിയഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരുടെ പ്രോസസ്സ് വിലയിരുത്തണം, അനലൈസ് ചെയ്യണം. പിന്നെ അവർ പ്രോഫിറ്റിലാണോ ഓടുന്നത്, ലോസിലാണോ ഓടുന്നത്, ഇതെല്ലാം വിലയിരുത്താൻ ഒരു കറക്റ്റ് പീരിയഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പീരിയഡ്, അതാണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് മസ്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യണം. നോർമലി അത് 1 ഇയറാണ് എടുക്കാറ്. ഓക്കെ, പിന്നെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറയുന്നത് ഒരു കണ്ടിന്യൂ ആക്ടിവിറ്റിയാണ്. ബിസിനസ് എന്താണ്? ഒരു കണ്ടിന്യൂ ആക്ടിവിറ്റി കൺസെപ്റ്റിലാണ് പോകുന്നത്. ബിസിനസ്സിൻ്റെ ഒരു അവസാനമൊന്നുമില്ല അല്ലേ, ലോങ് പീരിയഡ് ടു എക്സിസ്റ്റ് ആണ്. ബിസിനസ് കൺസേൺ വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരിയഡ് ടു എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അത് പ്രകാരമാണ് നമ്മുടെ ഡിപ്രിസിയേഷൻ അസറ്റ്സിൽ കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ, കോസ്റ്റ്ലെസ് ഡിപ്രിസിയേഷനൊക്കെ വന്നത് ഈ ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണതാണ്. ബിസിനസ് ഒരു എൻറ്റിറ്റി തന്നെയല്ലേ, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് അല്ലേ. ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ. അതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസും എല്ലാം ഉണ്ട്. പ്രൊപ്പറൈറ്റേഴ്സിൽ നിന്നും ശരിക്കും
വേറിട്ട് നിൽക്കുന്ന ഒരു ലീഗൽ എൻറ്റിറ്റി തന്നെയാണ് എന്ത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വേജസ് ഈസ് ഡാഷ് അക്കൗണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. വേജസ് എന്ത് തരം അക്കൗണ്ട് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും എത്ര തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഉള്ളത്? പ്രധാനമായിട്ടും പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് അല്ലേ, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് പിന്നെ പ്രധാനമായിട്ട് അക്കൗണ്ടുകളെ നമ്മൾ തരംതിരിക്കാറ്. പേഴ്സണൽ അക്കൗണ്ട്, പിന്നെ അതുപോലെ തന്നെ റവന്യൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. റിയൽ, പേഴ്സണൽ, റവന്യൂ, നോമിനൽ. അപ്പോൾ റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് നമ്മൾ പഠിക്കുന്നില്ല അല്ലേ? ഉണ്ടോ? പഠിക്കുന്നില്ല. റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് നമ്മൾ പഠിക്കുന്നില്ല. റിയലും പേഴ്സണലും നോമിനലുമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്തായിരുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, എന്താണോ വന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നായിരുന്നു റിയൽ അക്കൗണ്ടിൻ്റെ. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ എടുക്കുകയാണെങ്കിൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ ആയിരുന്നു അല്ലേ. റിസീവറിനെ ഡെബിറ്റ് ചെയ്യുക, ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യാമെന്നായിരുന്നു. പിന്നെ നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. വേജസ് എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ടാണ് കേട്ടോ. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വേജസ് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഓക്കെ, നോമിനൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു രീതിയിൽ സാലറി, ഇൻട്രസ്റ്റ്, ടെലിഫോൺ ചാർജ്, റെൻറ്റ്, ഡിപ്രിസിയേഷൻ, ബാഡ് ഡെറ്റ്, റീവാലുവേഷൻ അക്കൗണ്ട്, പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ഒക്കെ എന്താണ്? നോമിനൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറിയിൽ വരുമ്പം ക്യാപിറ്റൽ അക്കൗണ്ട് അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. പിന്നെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട്, ലോൺ അക്കൗണ്ട്, പിന്നെ ഓരോ വ്യക്തികളുടെ അക്കൗണ്ട് ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ എന്താണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ പ്രീപെയ്ഡും ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സും എന്താണ്? പേഴ്സണലാണ് കേട്ടോ. ഡെറ്റേഴ്സും പേഴ്സണലാണ് കേട്ടോ. ഡെപ്റ്റേഴ്സും പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ റിയൽ അക്കൗണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് റൂൾ വരുന്നത്. ക്യാഷ് അക്കൗണ്ട്, പിന്നെ അതുപോലെ തന്നെ ആർ ആൻഡ് പി എന്താണ്? റിയലാണ് കേട്ടോ. ആർ&പി റിയൽ അക്കൗണ്ടിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ഗുഡ് വിൽ അക്കൗണ്ട്, അങ്ങനത്തെ ആർ&ഡി, പേറ്റൻറ്റ്, സ്റ്റേഷനറി, അസറ്റ്സുകളെല്ലാം അതൊക്കെ റിയൽ അക്കൗണ്ടിലാണ് വരിക. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്തിലാണ് വരിക? നോമിനൽ അക്കൗണ്ടിലാണ് വരിക കേട്ടോ. ആർ&പി റിയൽ അക്കൗണ്ടിൽ വരുമ്പോൾ ഇതെന്ത് ചെയ്യും? നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത് കേട്ടോ. നോമിനൽ അക്കൗണ്ടിൽ അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സാലറി ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ടെലിഫോൺ ചാർജ് ഉണ്ട്, റെൻ്റ് ഉണ്ട്, ഡിപ്രിസിയേഷൻ ഉണ്ട്, ബാഡ് ഡെറ്റ് ഉണ്ട്, റീവാലുവേഷൻ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ എന്താണ്? നോമിനൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നോമിനൽ അക്കൗണ്ടാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോയാൽ പർച്ചേസ് റിട്ടേൺ ബുക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ത് ബുക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ത് ബുക്കാണ്? റിട്ടേൺസ് ബുക്കാണോ, ക്രെഡിറ്റ് ബുക്കാണോ, ഫോർവേഡ്സ് ബുക്കാണോ? അപ്പോൾ അതൊരു സബ്സിഡിയറി ബുക്കാണ് അല്ലേ. പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്താണ്? ഒരു സബ്സിഡിയറി ബുക്കാണെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. ഓക്കെ, ഇതൊരു സബ്സിഡിയറി ബുക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ് എന്ത്? റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. പർച്ചേസ് റിട്ടേണും റിട്ടേൺ ഔട്ട്വാർഡും ഒന്ന് തന്നെയാണ്. അതായത് എന്താണ്? റെക്കോർഡ്സ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, അതാണ് പർച്ചേസ് റിട്ടേണിൽ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ എന്താ ജേണൽ കൊടുക്കുക? പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്തത് അയാളുടെ പേര് കൊടുക്കും. ഇപ്പോൾ ഒരു XYZ കമ്പനി ആണെങ്കിൽ, XYZ ലിമിറ്റഡ് ആണെങ്കിൽ അവരുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു XYZ ലിമിറ്റഡ് എന്ന് എഴുതും അല്ലേ. എന്നിട്ട് എമൗണ്ട് എഴുതും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു, ഓർഡർ കൊടുത്തു, എന്നാൽ നമ്മൾ ക്രെഡിറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷേ കാശ് കൊടുത്തിട്ടില്ലേ, സാധനങ്ങൾ ഗോഡൗണിലെത്തി. എന്നിട്ട് നോക്കുമ്പോൾ അതിൽ കുറച്ച് ഡാമേജ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ വില കൂടിയ സാധനമാണ് വാങ്ങിയിരിക്കുന്നത്, ഡാമേജ് വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് തിരിച്ചയക്കും അല്ലേ. അതാണ്
പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. തിരിച്ചയക്കുമ്പോൾ ഉള്ളതാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ തിരിച്ചയക്കുമ്പോൾ നമ്മുടെ ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യം ഉണ്ടായിരുന്ന അത്ര ലയബിലിറ്റി ഇല്ല, കേടുവന്ന് നമുക്ക് കൊടുത്തയക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലയബിലിറ്റി കുറയുമ്പം നേരത്തെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു XYZ എന്നതിന് പകരം XYZ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ എന്ന് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഈക്വലായിട്ടാണ്. എങ്ങനെ XYZനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും പർച്ചേസ് റിട്ടേണിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ. പിന്നെ പർച്ചേസ് റിട്ടേൺ നടക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ചെയ്ത ആൾ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണെന്ത്, ഈ ഒരു പിന്നെ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഡെബിറ്റ് നോട്ട്? ഡെബിറ്റ് നോട്ടാണ് ഈ ഒരു പർച്ചേസ് റിട്ടേണിലെ സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ട് പറയുന്നത്. എന്താണ്? ഡെബിറ്റ് നോട്ടാണ് ഇവരുടെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചയക്കുകയാണല്ലോ സാധനങ്ങൾ, അപ്പോൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുകയാണല്ലോ. അപ്പോൾ ആ പർച്ചേസ് ചെയ്ത ആൾ കൊടുക്കുന്ന, സെയിൽ ചെയ്ത ആൾക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് ആണ് കേട്ടോ എന്ത്, ഡെബിറ്റ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണ് ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ പർച്ചേസർ ഓഫ് ഗുഡ്സ് ടു ദ സപ്ലയർ. അതായത് വാങ്ങിച്ച ആൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പം ഈ ഡെബിറ്റ് നോട്ടും വെച്ചിട്ടാണ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത്, പർച്ചേസ് റിട്ടേൺസ് ബുക്കുമായിട്ട് പറയാനുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എറർ വെൻ പേഴ്സണൽ എക്സ്പെൻസ് ഈസ് ട്രീറ്റഡ് ആസ് എ ബിസിനസ് എക്സ്പെൻസ്? പേഴ്സണൽ എക്സ്പെൻസിനെ ബിസിനസ് എക്സ്പെൻസായി ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഏത് തരം എററാണെന്നാണ് പറയണത്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ് അല്ലേ, മൊത്തം മാറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ് എന്ന് പറയാം. എറർ ഓഫ് ഒമിഷനാണോ, കമ്മീഷനാണോ, കോമ്പൻസേറ്റിംഗ് എററാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള എററും പ്രധാനപ്പെട്ടതാണ് അല്ലേ. പലതരത്തിലുള്ള എററുകൾ സംഭവിക്കാറുണ്ട്, ഓരോ തരത്തിലുള്ള എററുകളും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? അതായത് വിച്ച് ഒക്യൂസ് വെൻ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ആർ വയലേറ്റഡ്. ഒരു നോളജ് ഇല്ലാത്തത് കാരണം വയലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് പെടുമ്പോഴാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയാറ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കൂടാതെ എറർ ഓഫ് എന്തുണ്ട്, കമ്മീഷൻ ഉണ്ട് കേട്ടോ. കമ്മീഷൻ ഉണ്ട്, ഒമിഷൻ ഉണ്ട്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ ഒമിഷൻ നോക്കുകയാണെങ്കിൽ ഒമിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ, പോസ്റ്റ് ചെയ്യുമ്പോഴോ എങ്ങാനും എന്ത് ചെയ്യുക, ഒമിറ്റ് ചെയ്യുക. അവർ അറിയാതെ നഷ്ടപ്പെടുകയാണ്. ഓക്കെ. അല്ലെങ്കിൽ അവരത് മറന്നു പോവുകയാണ്, കാണാതിരിക്കുകയാണ്. ഇറ്റ് മേ ബി കംപ്ലീറ്റ് ഓർ പാർഷ്യൽ. ചിലപ്പോൾ പകുതി എഴുതിയിട്ടുണ്ടാവും, പകുതിയാവും പോയിട്ടുണ്ടാവുക. അപ്പോൾ അതിനെയാണ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ അത് പ്രത്യേകപ്പെട്ട പോയിൻ്റാണ്. അത് ഈ ട്രാൻസാക്ഷൻസൊക്കെ ഒമിറ്റഡ് ഫ്രം ബീയിങ് ഇൻ ദ ബുക്സ് എന്ന് ഒമിറ്റ് ചെയ്യപ്പെട്ടു പോവുക. പിന്നെ അതുപോലെ തന്നെ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മീഷനും ഇതേപോലെ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യുകയാണ് അക്കൗണ്ടിങ് സ്റ്റാഫിൻ്റെ വക. അതാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എററിനെ മറ്റൊരു എറർ കൊണ്ട് പരിഹരിക്കാവുന്ന രീതിയിലുള്ള ഇതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ. പിന്നെ എറർ ഓഫ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. അത്രയാണ് ഈ ഒരു എററുമായി ബന്ധപ്പെട്ട് പ്രത്യേകം. ഒരുപാട് എററുമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അപ്പോൾ നിങ്ങൾ ഇതെങ്കിലും മിനിമം ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയണത് ₹15,000 പെയ്ഡ് ഫോർ റിമൂവൽ ഓഫ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ടു എ ന്യൂ സൈറ്റ്. പുതിയ സൈറ്റിലേക്ക് സ്റ്റോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തു? 15,000 കൊടുത്തു എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് ഏത് തരം ചിലവിൽ പെടുന്നു എന്നാണ് ചോദിച്ചത്. ഏത് തരത്തിലുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സസ്പെൻസ് എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ എന്നതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റിമൂവൽ ഓഫ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ടു എ ന്യൂ സൈറ്റ് ആണ്. അപ്പോൾ ഇത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ. അപ്പോൾ അടുത്തത് വിച്ച് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ യൂസ്ഡ് വെൻ എമൗണ്ട് സ്പെൻഡ് ഓൺ അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് വിച്ച് ഈൽഡ്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഡിപ്രിസിയേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഡിപ്ലീഷൻ ആണോ, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണോ, റീവാലുവേഷൻ മെത്തേഡാണോ, ആന്വിറ്റി മെത്തേഡാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മെത്തേഡാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്?
ആന്വിറ്റി മെത്തേഡാണ് കേട്ടോ. മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ യൂസ്ഡ് വെൻ എമൗണ്ട് സ്പെൻഡ് ഓൺ അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ്. ഇൻട്രസ്റ്റ് ഈൽഡ് ചെയ്യുന്ന ഒരു അക്വിസിഷൻ ഓഫ് ആൻ അസറ്റിന് വേണ്ടിയിട്ട് അല്ലേ, അതിലുള്ള മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ യൂസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതിന് പറയുന്നത് ആന്വിറ്റി മെത്തേഡ് എന്നാണ് പറയുന്നത്. എന്താ പറയണത്? ആന്വിറ്റി മെത്തേഡാണെന്ന് പറയണം. അപ്പോൾ ഈ ഒരു ഡിപ്രിസിയേഷൻ്റെ ഭാഗം, ടൈപ്സ് ഓഫ് ഡിപ്രിസിയേഷനൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഭാഗമാണ് കേട്ടോ, റിവാലുവേഷനും ഡിമിനിഷിങ്ങും എല്ലാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എ ലോങ് ടേം അസറ്റ്. ഒരു ലോങ് ടേം അസറ്റ് 5 ലക്ഷം ആണ് വില വരുന്നത്. അതിൻ്റെ ലൈഫ് സ്പാൻ ഒരു 10 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ഡിപ്രിസിയേഷൻ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബുക്ക് വാല്യൂ ഓഫ് ആൻ അസറ്റ് ആഫ്റ്റർ 9th ഇയർ? 9 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ബുക്ക് വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2.5 ലക്ഷം കൊടുത്തിട്ടുണ്ട്, 50,000 കൊടുത്തിട്ടുണ്ട്, 0 കൊടുത്തിട്ടുണ്ട്, 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഉത്തരം 50,000 രൂപയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. അതിൻ്റെ കാരണം എന്തായിരിക്കും? എന്താ കാരണം? ലോങ് ടേം അസറ്റാണ്, 5 ലക്ഷമാണ് അക്വിസിഷൻ പറഞ്ഞിട്ടുള്ളത്, ലൈഫ് സ്പാൻ 10 വർഷമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ്, ഇതിന് ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്ട്രെയിറ്റ് ലൈനിൻ്റെ മറ്റൊരു പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലും ഒക്കെ ഈ മെത്തേഡിൽ സാൽവേജ് വാല്യൂ എങ്ങനെയാണ്? സാൽവേജ് വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, സാൽവേജ് വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് എ മെത്തേഡ് ഫോർ അലോക്കേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഓവർ ടൈം ബൈ റെഡ്യൂസിങ് ഇറ്റ്സ് വാല്യൂ. യൂണിഫോംലി ആണ് റെഡ്യൂസ് ചെയ്യുക അൺടിൽ ഇറ്റ് റീച്ച് ഇറ്റ്സ് സാൽവേജ് വാല്യൂ എത്തുന്നത് വരെ അല്ലേ. അപ്പോൾ ഈ സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഈസ് ദ എമൗണ്ട് ഓഫ് വാല്യൂ ആൻ അസറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ആ യൂസ്ഫുൾ ലൈഫ് എത്തുന്ന അതാണ് സാൽവേജ് വാല്യൂ. അപ്പോൾ സാൽവേജ് വാല്യൂ ഇല്ല, അതായത് കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് 50,000 ആണ് കിട്ടുക. 50,000 തന്നെയാണ് എല്ലാ വർഷവും അല്ലേ. 5 lakh ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്ന ആ ഒരു 50,000 ആണ് ഇവിടെ ഇയർലി ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിപ്രിസിയേഷൻ മെത്തേഡിലൂടെ ചാർജ് ചെയ്യപ്പെട്ട് 9th വർഷത്തിൽ എത്തി നിൽക്കുക. ഓക്കെ, പിന്നെ ആക്ടിവിറ്റി റേഷ്യോസ് ഏത് തരം ബിസിനസ് ഇൻഡിക്കേറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് തരമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രോഫിറ്റബിലിറ്റി ആണോ, സോൾവൻസി ആണോ, ലയബിലിറ്റി ആണോ, ടേൺ ഓവർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ആക്ടിവിറ്റി റേഷ്യോസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോസ് ഏത് തരത്തിലുള്ള ടേൺ ഓവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരിക? ടേൺ ഓവർ ആണ് കേട്ടോ. ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ തന്നെ ടേൺ ഓവർ ആണ്. അപ്പോൾ അതാണ് ടേൺ ഓവറാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 120 ക്വസ്റ്റിനെ കൂടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.